മെഡിക്കൽ കോളേജിലെ വിസിറ്റിന് ശേഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുമായി സംസാരിച്ചതിന് ശേഷം ഏകദേശം മെഡിക്കൽ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു ഏകദേശ രൂപം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നേഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് കൂട്ടാൻ നടപടി സ്വീകരിക്കും. അവിടെ അതിൻ്റെ ഒരു അപര്യാപ്തത കാര്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സായിട്ടുള്ള സംസാരത്തിൽ അവർ ആ കാര്യം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി 12 MLAമാർ അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ആശുപത്രി വികസനത്തിന് അതായത് മെഡിക്കൽ കോളേജിന് ഫണ്ട് നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ ഒരു MLA കൂടെ ചെയ്യുന്ന ഞാൻ വിചാരിക്കും. ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് അവിടെ റിക്വസ്റ്റ് കൊടുക്കുന്നത് ബാക്കി 12 MLAമാർ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് വെന്റിലേറ്റർ ഉൾപ്പെടെ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു MLA എനിക്ക് നേരിൽ കാണാൻ കഴിഞ്ഞില്ല. അത് ഞാൻ നിയമസഭയിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പേഴ്സണലായിട്ട് അഭ്യർത്ഥന നടത്തുന്നതാണ്. അതെ, കാരണം അദ്ദേഹത്തിന് ഇന്നും അദ്ദേഹത്തിനെ കണ്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ അവിടെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യമുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സീനിയർ റെസിഡൻറ്റിനെ പോസ്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ ഒരു അഭാവം അവിടെ കാണുന്നുണ്ട്. ഇൻ്റർവെൻഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫാക്കൽറ്റിയെ HDS മുഖാന്തരം അവിടെ നിയമിക്കുന്നതാണ്. പിന്നെ പഴയ മോർച്ചറി നിങ്ങൾ കണ്ടു കാണും, കാഷ്വാലിറ്റിയുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടു. പഴയത് ഏതാണ്ട് റൂഫൊക്കെ പോയി കിടക്കുകയാണ്, ചോർച്ചയുണ്ട്. പക്ഷെ ഇപ്പോൾ രോഗികളുടെ ബാഹുല്യം കാരണം അവിടെ കുറച്ച് രോഗികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ഥിരമായി രോഗികളെ പ്രവേശിപ്പിക്കാൻ തക്കവണ്ണം ഒരു സെക്യൂരിറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ മേൽക്കൂര അതിൻ്റെ മെയിൻ്റനൻസിന് PWDയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഏതാണ്ട് അതിന് മാത്രം ഒരു 55 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റാണ് തന്നിട്ടുള്ളത്. ഏതായാലും പണത്തിൻ്റെ കുറവുകൊണ്ട് അത് ഞങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാതിരിക്കില്ല. കാരണം അത് മെയിൻ്റനൻസ് ചെയ്താൽ 120 ആൾക്കാരെ അവിടെ കടത്താൻ കഴിയും. ഇപ്പോഴേ ഈ തറയിൽ കടത്തുന്നതിന് പകരം ചില NGOs സംഭാവന ചെയ്ത ബെഡിലാണ് രോഗികളെ കടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പീഡിയാട്രിക് ICU അത് 3rd ഫ്ലോറിലേക്ക് മാറ്റും, കാരണം അവിടെ വെള്ളം കയറുന്നുണ്ട്. പിന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ്റെ ശസ്ത്രക്രിയ നടത്താൻ ഓപ്പറേഷൻ തിയേറ്റർ നവീകരിക്കുന്നതിന് പണം കൊടുത്തിട്ട് PWD ചെയ്തിട്ടില്ല. ഇന്ന് അവരെ വിളിച്ച് കർശനമായി പണം അടച്ചതാണ്. ചിലതിപ്പോൾ ഏതാണ്ട് 500 കോടിയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചതിൻ്റെ ഇവിടെ മാത്രം കൊടുക്കാനുണ്ട്. ഇത് ഇത്രയും സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടും ഇതിനു വേണ്ടി കൊടുത്ത പണം PWD ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് വിളിച്ച് കർശനമായി പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ അത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓർത്തോയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ തസ്തിക അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. പിന്നെ ഹാർട്ട് ലിങ്ക് മെഷീൻ വാങ്ങാൻ നടപടി സ്വീകരിക്കും. ഇതിനൊക്കെ പറഞ്ഞ് ഇന്നലത്തെ യോഗത്തിൻ്റെ തീരുമാനങ്ങളുണ്ട്. ഇന്നലെ ഷാഫി വർവലിൻ്റെ നിർദ്ദേശം അംഗീകരിച്ച് നിങ്ങളിന്ന് പത്രത്തിൽ എഴുതിയതാണ്. വിർച്വൽ ഓട്ടോപ്സി അതിൻ്റെ സംവിധാനത്തിന് ഏതാണ്ട് 30-40 കോടി വരും. അതിൻ്റെ ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള മെൻ്റൽ വെൽബീയിങ് ആൻഡ് ഹാപ്പിനെസ് സെൻ്റർ ആയിട്ട് മാറ്റും. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ സ്പെഷ്യാലിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയാക്കി മാറ്റണം എന്ന് അവിടെ MLA ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കുകയും ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ പുതുക്കുകയും ചെയ്യും. പിന്നെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ വളയത്തിന് ഒരു മൊബൈൽ ട്രൈബൽ യൂണിറ്റിന് ഷെൽട്ടർ ഉണ്ടാക്കാൻ
MP ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് എമൗണ്ട് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രപ്പോസൽ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ പ്രവീൺ കുമാർ MLA ഫണ്ട് ഉപയോഗിച്ച് തിരുവങ്ങൂരിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ രോഗികൾക്ക് ആംബുലൻസ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. പിന്നെ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരുടെ പുനർവിന്യാസം നടത്താനും PSCയിൽ ഒഴിവുകൾ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചു. അപ്പോൾ ഇത്രയാണ് തീരുമാനങ്ങൾ. ഇനിയിപ്പോൾ അന്ന് ബീച്ച് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കൂടെ പരിശോധിച്ച് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ആശുപത്രിയെ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചെയ്യുന്ന പോലുള്ള സംവിധാനങ്ങൾ ഇവിടെയും നടപ്പാക്കിയാൽ മെഡിക്കൽ കോളേജിലെ തിക്കും തിരക്കും ഒഴിവാക്കാൻ കഴിയും. അതിൻ്റെ പരിഹാരം ഉണ്ടാകും. അത് അതിൽ മാറ്റം വരുത്തും. കാരണം ഈ സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ മാറി, സിറ്റുവേഷൻ മാറി, അതോടൊപ്പം രോഗികളുടെ എണ്ണവും കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർക്ക് ഇപ്പോഴുള്ള ആ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൽ ജോലി ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇടയ്ക്ക് ഡോക്ടർമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചികിത്സാ പിഴവെന്നൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിലും പരമാവധി ഡോക്ടർമാരൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് വരെ സഹായിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നടപടിയെടുക്കും. ഒരു കേസിൽ നടപടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഉള്ളത്. എണ്ണം കൂട്ടാനുള്ളത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ഫിനാൻസ് അധികമാണല്ലോ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. കുറച്ച് ഫണ്ട് തവണ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ CM-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാ ഷിഗല്ലയുടെ കാര്യത്തിൽ ഇപ്പോൾ അത് കൺട്രോൾഡാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ വയനാട്ടിൽ ചെല്ലുമ്പോൾ 38 കുട്ടികളാണ് ഇന്നലെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അതിൽ 12 പേർ സർക്കാർ ആശുപത്രിയിലും മറ്റുള്ളവർ സ്വകാര്യ ആശുപത്രിയിലുമാണ്. പക്ഷേ അതിൽ 2 രക്ഷിതാക്കളെ പ്രത്യേകം ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു സംശയമുണ്ട് അവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ, പക്ഷേ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നതിന് സംശയം വന്നിട്ടുണ്ട്. അത് ഇന്നത്തോടെ അതിന് റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ ആ വിദ്യാലയത്തിലെ ബോർവെല്ലിൽ നിന്ന് പരിശോധിച്ചു, തകരാറൊന്നുമില്ല. പക്ഷേ കിണറിൻ്റെ പരിശോധന റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നും കൂടെ, അതായത് ഇതിൻ്റെ ഒരു കണക്കനുസരിച്ച് ചിലപ്പോൾ 5 ദിവസം വരെ എടുക്കാം, എന്നാലേ അതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ. കഴിയുന്ന വേഗം റിപ്പോർട്ട് ലഭ്യമാക്കുന്നുണ്ട്. കാരണം എല്ലാ രക്ഷിതാക്കൾക്കൊരു ഭയപ്പാടുള്ളത് ഈ ആ കിണറിൽ നിന്നാണ് വെള്ളം വന്നത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുട്ടികളെ അയക്കാനൊരു ഭയമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ ആ വിദ്യാലയം തുറക്കുന്ന കാര്യം ആലോചിക്കുള്ളൂ. അല്ല, കിണറിൻ്റെ റിപ്പോർട്ട് ചിലപ്പോൾ 2 ദിവസം കൂടെ താമസിക്കാൻ വിചാരിച്ചാൽ 5 ദിവസമാണ് അത്ര എൻ്റെ ശരിക്ക് ഒരു കൾച്ചർ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് കിട്ടണം. അതിൻ്റെ തറക്കല്ല് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു കാര്യം നടത്തിയിട്ടില്ല. എന്തായാലും അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഉള്ളത് കല്ല് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളും കണ്ടു കാണും. ഇന്ന് മിനിസ്റ്റർ കണ്ടിട്ടുണ്ട്. അല്ല, അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ അതനുസരിച്ച് നടപടി സ്വീകരിക്കും. അല്ല, അത് ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗവൺമെൻറ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ഈ കക്കുന്ന സ്വഭാവം പലയിടത്തും കാണുന്നുണ്ട്. അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. ശരിക്ക് ദൈവത്തിനോട് ഭക്തികൾ ഇത് ചെയ്യില്ല. അത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇന്നോ നാളെ തരാൻ ആവശ്യപ്പെട്ടു. ഏതാ? ആ അതെ. അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ സ്ട്രക്ചർ ഞങ്ങൾ രൂപം കൊടുക്കുന്നേ ഉള്ളൂ. ഇല്ല, ചികിത്സയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കേരളത്തിൽ മൊത്തം
95ഓളം പേർക്കാണ് ഇത് കൺഫേം ആയിട്ടുള്ളത്. പക്ഷേ അതിൽ പലരും ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആശങ്കയ്ക്ക് അവകാശമില്ല. പക്ഷേ വയനാട്ടിലെ റിസൾട്ട് കിട്ടിയാൽ സമ്പർക്കം മൂലം ഇത് പടരുന്ന കാര്യം കൺഫേം ചെയ്യാൻ കഴിയുള്ളൂ. അവർ 2 പേര് സംശയത്തിൻ്റെ പേരിൽ 2 വീട്ടമ്മമാരെ അവർ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ പോയിട്ടില്ല. പക്ഷേ മഴ ശക്തി പ്രാപിക്കുമ്പോൾ അതുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. 8% പേടിക്കാനില്ല, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് ആരോഗ്യവകുപ്പ് മാത്രം നോക്കിയാൽ പോരാ, തദ്ദേശ സ്ഥാപനങ്ങളും കൂടെ സഹായിച്ചാലേ ക്ലീൻ ആക്കാൻ പറ്റൂ. ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷനോട് നിർദാക്ഷിണ്യ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണശാലകൾ പരിശോധിക്കണം, വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിയേ പറ്റൂ. ഞാൻ ഇന്നലെ വയനാട്ടിൽ കർശനമായിട്ട് പറഞ്ഞു. അവരെ ഇതുവരെയുള്ള റെയ്ഡ് എനിക്ക് തൃപ്തികരമല്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ പോരാ, ഒരു അഴകുഴമ്പൻ സമീപനം എടുത്താൽ ശരിയാവില്ല. ഇതുവരെയായിട്ട് വിട്ടിട്ടില്ല. വാർഡ് കൗൺസിലർ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച നിവേദനമാണ്.